ഈ സിനിമ കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാവും വിചാരിച്ചായിരുന്നോ? ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ, ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. ഇതിന്റെ പിന്നിൽ എന്ത് ടാർഗറ്റ് എന്താണ്? അവരൊരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ ഒരു പരിവേഷത്തിലോ അല്ല അത് വന്നിരിക്കുന്നത്. ഇവര് പറയാൻ വീഡിയോ പിടിക്കരുത്, പിന്നെ മൊബൈൽ എടുക്കരുത്, പിന്നെ എന്തിനാ ഇത് തിയേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്? ഇതെന്തിനാ പിന്നെ തിയേറ്റർ ആയി വെച്ചിരിക്കുന്നത്? ഇതിങ്ങനെ ഉണ്ടാവും, ഒരു പ്രോമോ വരുമ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവും. എന്നാ പിന്നെ വനിതയിൽ പോയി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തെറി പറയുമ്പോൾ പോലീസ് കേസ് വന്നിട്ടുണ്ടോ? കേസ് വന്നിട്ടുണ്ടോ ഇതുവരെ? പറയുന്നില്ല. അതായാലോ ചേച്ചിടിച്ചോ? അവനെ നിങ്ങൾ വിട്ടോ? നിങ്ങൾ ആണുങ്ങളാണോ ഇങ്ങനെ പബ്ലിക്കിൽ പെണ്ണുങ്ങളോട് തകർക്കില്ലണോ? പ്രശ്നങ്ങൾ കഴിഞ്ഞു നടത്തിയത് ഈ പ്രോഗ്രാം ആരാ നടത്തിയത്? ഒരു നല്ലൊരു മൂവി ഇതുപോലെ തന്നെയാണ് കടലോള സ്നേഹം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും ഇതേപോലെ ഇതാണ് കേരളീയ സമൂഹത്തിന്റെ സൈക്കോപാത്തുകളാണ്. സൈക്കോപാത്തുകൾക്ക് പറ്റിയ മൂവി അല്ല ഇത്. അത്തരം സൈക്കോപാത്തുകൾക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയാണ് ഇത്തരം ആൾക്കാരും ഞാൻ അടക്കമുള്ളവരും അത് സംസാരിക്കുന്നത്. ഒരു മാന്യം സംസാരിക്കാം, ഊള സംസാരമാണ്. അപ്പൊ അവര് കണ്ടിരിക്കുന്നത് ഊളയാണെന്ന്. ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ റീച്ചായി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇതാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അതിന് ഇത്രമാത്രം ഇത്രയും കുട്ടികൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിന് ഈ സിനിമ ഇവിടെ കാണിച്ചു? ഇത് ഈ കുട്ടികളുടെ അവകാശമാണ്. ഇത് ഈ സോഷ്യൽ മീഡിയ പക്ഷെ തെറി പറഞ്ഞൊരു സിനിമ ഇറക്കണ തെറി പറയുന്ന സിനിമ പരിവേഷമുള്ള എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ത്രീ തെറി പറഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു സ്ത്രീ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല. ഒരു മിനിറ്റ് ചാനൽ മീറ്റിംഗിന് പോകേണ്ടതുണ്ട് എനിക്ക്. അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പച്ചക്കറി പറഞ്ഞ സംസ്കാരമല്ല. അവര് വ്യക്തമായി തുറന്നു പറഞ്ഞു, അവരാൾ ദൈവമല്ല, അവര് സത്യം തുറന്നു പറയുകയാണ്. ഇത്